ഇന്ന് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള ബൂന്തി ലഡു വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വലിയ പാടൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ബൂന്തി ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു ബൗളിൽ ഒരു ബൗള് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ബൗൾ കൊണ്ടാണോ കടലമാവ് അളക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ പഞ്ചസാരയൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഒരു ബൗള് കടലമാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 ഗ്രാമിനടുത്തുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ആ ബൂന്തി നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ഇതായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ മധുരമുള്ള എന്തുണ്ടാക്കുമ്പോഴും അതിലേക്ക് ഒരു അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ലഡുവിന് ആ നല്ലൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1-2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒത്തിരി ചേർക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആണെങ്കിലും ചേർക്കാം, അത് ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ആണെങ്കിലും ചേർക്കാം. ഞാനിന്ന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇത് കുഴച്ചെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ബൂന്തി ലഡുവിൻ്റെ മാവ് ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. ഒത്തിരി ടൈറ്റായിട്ടുമല്ല. നമുക്കിത് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല ആ ബൂന്തിയായിട്ട് ആയി കിട്ടണമെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. സാധാരണ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളതാണ്, എന്നാൽ അങ്ങ് വല്ലാതെ വെള്ളത്തിൻ്റെ പോലെ ആകരുത്. ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് എണ്ണയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വായ്വട്ടമുള്ള പാത്രത്തിൽ എണ്ണ എടുക്കണം കേട്ടോ. അതുപോലെ കുറച്ചേറെ എണ്ണ എടുക്കുകയും വേണം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. പിന്നെ നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറിയ സുഷിരങ്ങളുള്ള ഒരു തവി ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാനുള്ള പ്രത്യേകം ഒരു തവിയുണ്ട്, അത് മേടിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള സുഷിരങ്ങളുള്ള ഒരു തവിയാണെങ്കിലും എടുത്താൽ മതി. പിന്നെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മളുടെ ബൂന്തിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒരു ഇതിലേക്ക് ജഗ്ഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ആ വീഴുമ്പോൾ തന്നെ ബൂന്തിയെല്ലാം പൊങ്ങി വരുന്ന കാണാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 2-3 തവണയായിട്ട് നമുക്കിത് ഒഴിച്ച് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. പിന്നെ ഈ ബൂന്തി നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഒരു മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല. ഒരു 10-50 സെക്കൻഡ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് വല്ലാതെ അങ്ങ് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പഞ്ചസാര പാനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറത്തില്ല. അതുകൊണ്ടൊരു 10-50 സെക്കൻഡോളം നമുക്കിതൊന്ന് ആ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടി ഒന്ന് ബൂന്തിയാക്കിയെടുക്കാം. ഓരോ തവണ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ തവി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മാവ് ഒരിടത്തേക്ക് തന്നെ വീണ് എല്ലാം കൂടി അങ്ങ് ഒരു കട്ടിയായി മാറും കേട്ടോ. അതുകൊണ്ട് ഈ തവി ചുറ്റിച്ച് നമുക്ക് ഈ ബൂന്തി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ബൂന്തി എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് അങ്ങ് വലിയ കട്ടിയുള്ള ബൂന്തി ആകരുത് കേട്ടോ. ഒത്തിരി ക്രിസ്പി ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ആ പഞ്ചസാര പാനി കയറാൻ ബുദ്ധിമുട്ടാകും. ഇനി ഇതിൽ നിന്ന് ഒരല്പം മാത്രം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബൂന്തി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ഒറ്റ തവണയൊന്ന് കറക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലഡു ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ആ ബൂന്തിയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ലഡുവിന് വേണ്ടുന്ന പഞ്ചസാര പാനി ഒന്ന് തയ്യാറാക്കണം.
ഞാനിപ്പോൾ നമ്മൾ ആദ്യം കടലമാവ് എടുത്ത അതേ ബൗളിൽ ഒരു ബൗൾ തന്നെ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇവിടെ മധുരം അങ്ങ് വല്ലാതെ കൂടി നിൽക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ബൗൾ തന്നെ കടലമാവും പഞ്ചസാരയും ഒരേ അളവിലെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു 1.25 കപ്പ്, ഈ ബൗളിന് ഒരു ബൗളും പിന്നെ ഒരു 1/4 ബൗളും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ആ പാൻ ഇവിടെ ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പഞ്ചസാര പാനി ഇങ്ങനെ ഒരു നൂൽ പരുവാകേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷേ നല്ലതായിട്ട് കുറുകി ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനാകണം. ഇത് ഒരു നൂൽ പരുവാകുന്നവരെയൊക്കെ നമ്മൾ വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലഡു പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ആ ലഡു അങ്ങ് ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ഈ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം വരെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഞാൻ നിറത്തിന് വേണ്ടി ഈ പഞ്ചസാര പാനിയിലേക്കും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നമ്മുടെ പഞ്ചസാര ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഏലയ്ക്ക ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം നല്ലതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ മധുരമൊന്നും ഇഷ്ടമില്ല ലഡു ആണെങ്കിൽ കൂടി. അതാണ് ഞാൻ കറക്റ്റ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഒരു ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. എന്നാലും നല്ല ആ മധുരമുള്ള ലഡു വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒന്ന് കയ്യിലെടുത്ത് നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇപ്പോൾ ഒരു നൂൽ പരുവൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പാകമായിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പിൽ തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൂന്തി ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതങ്ങ് ഇരുന്ന് വല്ലാതെ കുറുകി ആ ഒരു നൂൽ പരുവാകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലോ കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ലഡു പിടിച്ച് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ലഡു അങ്ങ് വല്ലാണ്ട് കട്ടിയായിപ്പോവും. ഇതിപ്പോൾ പാകത്തിനാണ്. ഈ സമയം നമുക്കിതിലേക്ക് ബൂന്തി ഒന്ന് ഇട്ട് കൊടുക്കാം. അടുപ്പിൽ തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്ന് മുഴുവനൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് മുഴുവൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ലൂസായിട്ടൊക്കെ തോന്നും. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബൂന്തി ആ പഞ്ചസാര മുഴുവൻ വലിച്ചെടുത്ത് നല്ല കട്ടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ആ ബൂന്തി മുഴുവൻ ഇതിലേക്കൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ച് ഇത് ഈ പഞ്ചസാര ലായനിയുമായിട്ട് യോജിപ്പിച്ച് ഒന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു അല്പസമയമായിട്ടുണ്ട്, ഒരു മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ബൂന്തി നല്ല സോഫ്റ്റായി ആ പഞ്ചസാരയെല്ലാം ഒന്ന് വലിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം അടുപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അല്പസമയം ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഈ ബൂന്തി ആ പഞ്ചസാര എല്ലാം വലിച്ചെടുത്ത് അതുപോലെ ഈ മിക്സിൻ്റെ ചൂടും കുറച്ചൊന്ന് കുറഞ്ഞു വരും. അടുത്തായിട്ട് നമ്മുടെ ലഡുവിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാനിൽ ഒന്ന് ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറുത്ത ഉണക്ക മുന്തിരിങ്ങ കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് റൈസൻസ് ആണ്. ഇത് ഒന്ന് നന്നായിട്ട് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബൂന്തിയുടെ മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് കൂടി അതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് ഞാൻ. ഇവിടെ ബൂന്തിയുടെ മിക്സ് ഇപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരിയും അതുപോലെ കാഷ്യൂനട്ടും റോസ്റ്റ് ചെയ്തത് ആ നെയ്യോടുകൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പസമയം കൂടി ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞു കിട്ടും. അത് കഴിയുമ്പോൾ നമുക്കിത് ലഡു ആക്കിയെടുക്കാം കേട്ടോ. ഇത് ഇപ്പം നോക്കിയാൽ കാണാം കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇതിനിപ്പോഴും നല്ല ചൂടാണ്. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ലഡു ആക്കിയെടുക്കാം.
ഒരു 5 മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ലഡുവിൻ്റെ മിക്സിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങ് ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷമല്ല, കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ വേണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ലഡു പിടിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവത്തിലാണ്. പക്ഷെ അത് കുഴപ്പമില്ല. ഒന്ന് ഉരുട്ടി കുറച്ച് നേരം വെച്ച് അതിൻ്റെ ആ ചൂട് കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ ലഡു നല്ല കുറച്ചുകൂടി ഒന്ന് മുറുകി കട്ടിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ലഡു ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് മിക്സ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ആ മിക്സ് മുഴുവൻ ഇവിടെ ലഡു ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നെടുത്ത 200 ഗ്രാം പൊടി കൊണ്ട്, കടലപ്പൊടി കൊണ്ട് ഒരു 14 ലഡു ആണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു മീഡിയം സൈസിലുള്ള ലഡുവാണ്. നിങ്ങളിപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10-12 എണ്ണം പറ്റും. ചെറുതായിട്ടാണെങ്കിൽ കുറച്ചേറെ ആകും. ഇതിപ്പോൾ ഞാനൊന്ന് കാണിക്കാം. ആ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ആ 3-4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കോൺ കാണും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണും. അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.